പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നിർണായക വിഷയങ്ങളിൽ അടക്കം പാർട്ടിയുമായോ മുന്നണിയുമായോ യാതൊരു ആലോചനയും ഇല്ല എന്ന ആക്ഷേപം നേരത്തെ തന്നെ ശക്തമായിരുന്നു. പാർട്ടിയെയും മുന്നണി സംവിധാനങ്ങളെയും എല്ലാം നിശബ്ദമാക്കിക്കൊണ്ടാണ് പിണറായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോഴിതാ കേരളം വർഷങ്ങളോളം ചർച്ച ചെയ്ത സ്മാർട്ട് സിറ്റി കരാറിൽ നിന്നും ടീകോമിനെ നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കാനുള്ള സർക്കാർ നീക്കവും മുന്നണിയും പാർട്ടി സംവിധാനങ്ങളും അറിയാതെ തന്നെ. ഇക്കാര്യത്തിൽ CPM-ലും LDF-ലും ചർച്ച ചെയ്തിരുന്നില്ല. ഇതിൽ ഘടകകക്ഷികൾക്കുള്ളിൽ അതൃപ്തിയും ശക്തം തന്നെ. നയപരമായ വിഷയങ്ങളിൽ മുന്നണിയുടെയും രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ CPM-ന്റെയും അനുമതി നേടിയാണ് ഇടത് സർക്കാർ മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ മുഖ്യമന്ത്രി ഭരിക്കുന്ന IT വകുപ്പിനുള്ളിലെ കാര്യമായിട്ടും ഇക്കാര്യത്തിൽ അത്തരമൊരു സമീപനം ഉണ്ടായിട്ടില്ല. ഇത് പിണറായിയുടെ താൻ വഴി ലൈനാണ്. എന്തിനാണ് ഇത്രയും ദുരൂഹമാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന വികാരവും ശക്തമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ തന്നെ സ്മാർട്ട് സിറ്റി കരാർ പിന്മാറ്റവുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ ശ്രമം. സ്മാർട്ട് സിറ്റി കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളൊന്നും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ടീകോമിന് നഷ്ടപരിഹാരം നൽകി കരാറിൽ നിന്ന് ഒഴിവാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം വന്നതിന് ശേഷം വെള്ളിയാഴ്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. ഇതിലും സ്മാർട്ട് സിറ്റി വിഷയം ചർച്ച ചെയ്തേയില്ല. വിഷയം പൊതുസമൂഹത്തിൽ ചർച്ചയായതോടെ ഇതിൽ വിശദീകരിക്കുകയും പ്രതിരോധം തീർക്കുകയും ചെയ്യേണ്ടത് പാർട്ടിയും മുന്നണിയുമാണ്. എന്നിട്ടും തോന്നിയതുപോലെയാണ് സർക്കാരിന്റെ പോക്ക്. അതേസമയം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യാത്തത് മുഖ്യമന്ത്രി, വ്യവസായ മന്ത്രി P രാജീവ് എന്നിവർ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകാതിരുന്നത് കൊണ്ടാണ് എന്നാണ് നേതാക്കന്മാർ നൽകുന്ന വിശദീകരണം. സ്മാർട്ട് സിറ്റി കരാറിന്റെ കാര്യത്തിൽ ഭരണപരമായ നടപടി മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നും ഇത് പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ടതല്ല എന്നും സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കൾ അനൌദ്യോഗികമായി വിശദീകരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ നയപരമായ ഒട്ടേറെ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് CPIയുടെ നിലപാട്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാവി, ടീകോമിനെ ഒഴിവാക്കുമ്പോൾ സ്വീകരിക്കേണ്ട സമീപനം, പദ്ധതി തുടരുന്നതിന് പുതിയ കമ്പനികളെ കണ്ടെത്തേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളിലെല്ലാം നയപരമായി തീരുമാനിക്കേണ്ടതുണ്ട് എന്ന് ഘടകകക്ഷി നേതാക്കൾ പറയുന്നു. പ്രത്യേക സാമ്പത്തിക മേഖലയാണ് സ്മാർട്ട് സിറ്റി. നിലവിൽ 6 കമ്പനികളുടെ സമുച്ചയങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. സെസ് എന്ന നിലയ്ക്കാണ് ഇവിടെ കമ്പനികൾക്ക് കെട്ടിടം അനുവദിച്ചിരിക്കുന്നത്. സെസ് പദവിയുള്ള മേഖലകളിൽ പദ്ധതികളുടെ ഘടനയിലടക്കം മാറ്റം വരുത്തണമെങ്കിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ അനുമതി വേണം. സെസ്സിൽ ഉൾപ്പെട്ട സ്ഥലം പാട്ടത്തിനല്ലാതെ കൈമാറ്റം ചെയ്യാൻ സർക്കാരിന് കഴിയുകയുമില്ല. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുന്നണിയുടെ നയപരമായ തീരുമാനം കൂടി ഉണ്ടാകേണ്ടതാണ് എന്നാണ് ഘടകകക്ഷി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം സ്മാർട്ട് സിറ്റി പദ്ധതി സംബന്ധിച്ച കരാർ രേഖകളിൽ ഇപ്പോഴും സർക്കാർ ഒളിച്ചുകളി തുടരുകയാണ്. പുറമെ പൊതുസമക്ഷം പറഞ്ഞ പല കാര്യങ്ങളും പദ്ധതിയുടെ രേഖയിൽ അടയാളപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോമിനെ അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വിമർശനം ഉയരുന്നതിനിടെ വീഴ്ചകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. സ്മാർട്ട് സിറ്റി കരാറില് സർക്കാർ വീഴ്ച വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖകളാണ് പുറത്തു വന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ക്ലോസിംഗ് ഡേറ്റ് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ സുപ്രധാനമായിട്ടുള്ള കാര്യം. പദ്ധതി എന്നാണ് പൂർത്തിയാക്കേണ്ടത് എന്നതിൽ പ്രത്യേകിച്ച് തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നായിരുന്നു വിവരാവകാശ പ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകിയത്. 2007 ഒപ്പിട്ട പദ്ധതിക്ക് 2022 ക്ലോസിംഗ് ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല. ഇതോടെ സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ട ബാധ്യത സ്മാർട്ട് സിറ്റിക്ക് ഇല്ലാത്ത അവസ്ഥയാണ്. പദ്ധതി ഒരു ഘട്ടത്തിലും സർക്കാർ മേൽനോട്ടവും ഉണ്ടായിട്ടില്ല എന്നതും വ്യക്തം തന്നെ. നടപടികൾ സർക്കാർ നൽകി പൂർത്തിയാക്കുന്ന ദിവസം മുതൽ 10 വർഷത്തേക്ക് എന്നതാണ് കരാറിലെ വ്യവസ്ഥ എന്നതായിരുന്നു സർക്കാരിന്റെ വാദം. എന്നാൽ ഇതൊന്നും തന്നെ സർക്കാർ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതോടെ സർക്കാരിന്റെ താല്പര്യങ്ങളെ ദുർബലപ്പെടുത്തുന്ന വിധത്തിലാണ് സ്മാർട്ട് സിറ്റി കരാർ രേഖകൾ എന്നാണ് വ്യക്തമാകുന്ന കാര്യം. സെസ് അനുമതി ലഭ്യമാക്കിയതടക്കം കൃത്യസമയത്ത് നടപടികൾ പൂർത്തിയാക്കിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും അതും രേഖയിലില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. ടീകോമിനെതിരെ സർക്കാരിന് മുന്നിൽ ഉണ്ടാകുന്ന നിയമവഴി അടച്ചതും സർക്കാർ തന്നെയെന്ന് ഈ രേഖകളിൽ നിന്ന് വ്യക്തമാണ്. അതായത് പദ്ധതി എന്ന് പൂർത്തീകരിക്കണം എന്നതിൽ കരാറിൽ വ്യക്തതയില്ല. വിഷയം കോടതിയിൽ എത്തിയാൽ ക്ലോസിംഗ് ഡേറ്റ് ഇല്ലാത്തതിനാൽ കരാർ ലംഘനമല്ല എന്ന് ടീകോമിന് വാദിക്കാം. ഇതെല്ലാം ഫലത്തിൽ സർക്കാരിന്റെ വാദങ്ങളെ ദുർബലപ്പെടുത്തുകയാണ്.